അഡ്വക്കേറ്റ് വസന്ത, രാഹുൽ ശൈലി മാറ്റേണ്ടതല്ലേ? തുടക്കത്തിൽ തന്നെ പാളി. തിരുത്തുമൈനി ഇപ്പോഴും കെ സി വേണുഗോപാലാണോ ഉപദേശകൻ? അല്ല, ശ്രീ രാജശേഖരൻ ഏതോ രാജഭരണകാലത്താണുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ ഒന്നാമത് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയാണ്. എന്താണ് ബനിയനൊരു പ്രശ്നം? ബനിയനും പാന്റിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ത്യൻ പാർലമെന്റിൽ അങ്ങനെ ഒരു സുപ്രീം കോടതിയിൽ അങ്ങനെ പോകാവോ? സുപ്രീം കോടതിയിൽ അങ്ങനെ പോകാവോ? പാർലമെന്റ് ഒന്ന് മോശമാ, കോടതിയിൽ അങ്ങനെ പോകാവോ? അങ്ങ് വക്കീലല്ലേ? നാളെ ടീഷർട്ട് ഒന്ന് കോടതി പോയി നോക്കിക്കേ. അല്ലല്ല, കേൾക്കൂ. അത് തന്നെ, ഓരോരുത്തർക്കും അതിനൊരു മര്യാദയുണ്ട്. ശ്രീ രാജശേഖരൻ, ഇന്ത്യൻ കോടതികളിൽ വളരെ കൃത്യമായ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അതാണ് മര്യാദയുടെ വേഷം. ആ വേഷം പാർലമെന്റിലും വേണമെന്നാണ് ഞാൻ പറഞ്ഞോളൂ. പാർലമെന്റിൽ അതുണ്ടോ? അല്ല, അദ്ദേഹം ഉത്തരം പറയട്ടെ, പാർലമെന്റിൽ അതുണ്ടോ? അതിരിക്കട്ടെ, രാഹുൽ ഗാന്ധിയെ കാണാൻ പോകുമ്പോഴ് അഡ്വക്കേറ്റ് വസന്ത് രാഹുൽ ഗാന്ധിയെ കാണാൻ പോവുകയാണെങ്കിൽ ഇതുപോലെ ക്യാഷ് ഡ്രസ്സിട്ട് പോകുമോ? അങ്ങനെ ഒരു ഡ്രസ് രാഹുൽ ഗാന്ധിയെ കാണാൻ പോയിടുവോ? സോണിയാഗാന്ധിയെ കാണാൻ പോയിടുവോ? ഒരു മാന്യത വേണം. പാർലമെന്റിലുണ്ടോ? ഉണ്ടോ? അത് തന്നെ എന്തെല്ലാം ഗോഷ്ഠി അവിടെ നിന്ന് കാണിച്ചത്. ഗുണ്ടകളുടെ ശൈലി, തെരുവ് ഗുണ്ടകളുടെ ശൈലി, കൈ ഉരുട്ടി കാണിക്കുക, ചുരുട്ടി കാണിക്കുക, പറയാം, പെട്ടെന്ന് സമയമില്ല, മസിൽ പവർ കാണിക്കുക, ഇതൊക്കെയാണോ ഒരു പ്രതിപക്ഷ? ഒരു മിനിറ്റ്. അദ്ദേഹം ഇങ്ങനെ ശ്രീ നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞ വാക്ക് ഇദ്ദേഹത്തിനാണ് ചേരുന്നത്. വളരെ ബാലിശ്യമായ ആരോപണങ്ങളാണ് അത് ഉന്നയിക്കുന്നത്. ഡ്രസ് കോഡ് ശരിയല്ല. നരേന്ദ്രമോദി പറഞ്ഞില്ലല്ലോ, ഞാനല്ല പറഞ്ഞു. ഇടത്തേക്ക് പോയി ഞാനല്ലേ ഭരണകാലമല്ല. സ്വാഭാവികമായും ഇന്ത്യൻ യുവത്വത്തെ പ്രതിനിധീകരിക്കുന്നതിന്റെ ഭാഗമായി ഡ്രസ് കോഡിലൊക്കെ 55 വയസ്സ് കഴിഞ്ഞ യുവാവ്, 55 വയസ്സ് കഴിഞ്ഞ യുവാവ് അങ്ങ് ബുദ്ധിമുട്ടണ്ട. അല്ലെ, മാറിക്കൊടുക്കേണ്ട വരുമ്പോ RSS പറയുന്നത് വെയിറ്റ് ചെയ്യാം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് എന്താണ്? രണ്ടാമതായി ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ഇന്നത്തെ സെഷന്റെ പ്രത്യേകത വെച്ച് പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതില്ല. പക്ഷെ ശ്രീജിത്ത്, അദ്ദേഹം മറുപടി പറഞ്ഞില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ മറുപടി പറഞ്ഞില്ലെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപം ചെയ്യാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ എല്ലാ നടപ്പു രീതികളെയും തച്ച് തകർത്തുകൊണ്ട് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനെ വളരെ അപമാനകരമായ രീതിയിൽ അധിക്ഷേപിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടി. എന്നാൽ ചോദിച്ച മണിപ്പൂരിനെ പറ്റി, ചോദിച്ച അഗ്നിവീറിനെ പറ്റി, ചോദിച്ച മറ്റുള്ള പല വിഷയങ്ങളടക്കം ഉത്തരം പറയാൻ മറുപടിയുണ്ട്. ഒറ്റ ചോദ്യം. ഇപ്പൊ താങ്കള് ഡ്രസ് കോഡിനെ പറ്റി പിന്നെ നമ്മുടെ ചർച്ചയിൽ ഒപ്പമുള്ള ആളോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഡ്രസ് കോഡ് അവിടെ നിഷ്കർഷിച്ചിട്ടുണ്ടോ എന്ന്. ഒരു സെഷൻ രാഷ്ട്രപതി ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെഷന് മറുപടി പറയേണ്ടുന്ന പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പോയിന്റ് ബൈ പോയിന്റ് റിബട്ടൽ കൊടുക്കണമെന്ന് ചട്ടത്തിലുണ്ടോ? ഇല്ല. അതെ, പിന്നെ അത് പറയുന്നതിന് എന്താ കാര്യം? അപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ തന്നെയാണ് മുമ്പ് വസ്ത്രധാരണത്തിനെ പറ്റി പറഞ്ഞത്. പെർസ്പെക്റ്റീവ് ആണ്. താങ്കൾക്ക് ഇത് പറയാമെങ്കിൽ മറ്റൊരാൾക്ക് അതും പറയാം. ശ്രീജിത്ത്, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് മറ്റെല്ലാത്തിനും സമയം ഉണ്ടായിരുന്നപ്പോ അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ? രാഹുൽ ഗാന്ധി ഏതൊക്കെ വിഷയം ഉന്നയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്വാതന്ത്ര്യമായിരിക്കുന്നത് പോലെ തന്റെ മറുപടി പ്രസംഗം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാം. അതും ചട്ടം അങ്ങനെയാണല്ലോ. ഇഷ്ടമുള്ളത് പറയാലോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അല്പം മുമ്പ് പറഞ്ഞത് ശ്രീ വസന്ത് എന്താ കേട്ടത്? ഞാൻ പറഞ്ഞത് എന്താണ്? നീറ്റ്, നെറ്റ്, ചോദ്യ പേപ്പർ ലീക്കേജ്, മണിപ്പൂർ വിഷയം, ഇതൊക്കെ തന്നെ ഗൗരവമായ വിഷയമാണ്. അത് ഈ രാഹുൽ ഗാന്ധി ആദ്യത്തെ പ്രസംഗത്തിൽ പറയുമ്പോൾ ആ കന്നി പ്രസംഗത്തിന്റെ മറുപടിയിൽ അതൊന്നും അഡ്രസ് ചെയ്യണമെന്നില്ല. അതിന് സെഷനുണ്ട്, കോൺഗ്രസ് അവിടെ ഉണ്ടല്ലോ, അത് വരട്ടെ, അത് ചർച്ച ചെയ്യട്ടെ, അത് തന്നെയാണ് അഭിപ്രായം. പക്ഷേ ആദ്യത്തെ ചടങ്ങിൽ മറുപടി പറയുന്ന സമയത്ത് പ്രധാനമന്ത്രി അഡ്രസ് ചെയ്യേണ്ടതല്ലാത്ത പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്, അല്പം മുമ്പ് താങ്കളോട് ചോദിച്ചിരുന്ന വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരാളിന്റെ ഒബ്സർവേഷൻ പോലെ മാത്രമേ ഉള്ളൂ. ഇത് താങ്കളുടെ അഭിപ്രായം, അത്രേ ഉള്ളൂ. മറ്റേത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. രണ്ട് പെർസ്പെക്ടീവ്സ്, അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ലാക്ക് ഓഫ് പ്രിപ്പയർനെസ്സും അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിൽ, ഇപ്പൊ ഞാൻ പറയട്ടെ, അദ്ദേഹം പറഞ്ഞിരുന്ന വസ്തുതാപരമായിട്ടുള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള പല ആരോപണങ്ങളുണ്ട്. ഇപ്പൊ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത് ചർച്ച ചെയ്യണം. നീറ്റ് ചോദ്യ പേപ്പർ ലീക്ക് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യണം. നേരെ മറിച്ച് MSP ചർച്ച ചെയ്യേണ്ടതാണോ? ഫാക്ച്വൽ എററാണ്. അഗ്നിവീർ ചർച്ച ചെയ്യേണ്ടതാണോ? ഫാക്ച്വൽ എററാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അണ്ടർ പ്രിപ്പയർനെസ് അല്ല,
കറക്റ്റ് പ്രിപ്പയർനെസ് ആണ്. അത് ഉണ്ടായില്ല എന്നുള്ളതിന്റെ ഒരു പോസിറ്റീവ് വിമർശനമായിട്ട് കോൺഗ്രസിന് താങ്കൾക്ക് എന്തുകൊണ്ട് കരുതാൻ Yes, he കഴിയുന്നില്ല? is to correct. നോ ശ്രീജിത്ത് പണിക്കർ, ഞാൻ പറഞ്ഞത് എന്താണ്? അതെ, ഞാൻ രാജശേഖരനോട് പറഞ്ഞത് ഡ്രസ് കോഡ് അവിടെ ഇല്ല എന്ന് തന്നെയാണ്. അങ്ങ് ചോദിച്ച ഞാൻ അങ്ങേ തിരുത്തിയല്ലോ ചെയ്തത്. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയണം, ഈ സെഷനിൽ തന്നെ പറയണമെന്ന് ചട്ടത്തിലുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ചട്ടമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കടന്നാക്രമിക്കാൻ, പ്രതിപക്ഷ നേതാവിനെ വ്യക്തി അധിക്ഷേപം നടത്താൻ അദ്ദേഹത്തിന് സമയമുണ്ടായപ്പോഴും RSS ചീഫ് ലോക്സഭയ്ക്ക് വെളിയിൽ പറഞ്ഞ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയ്ക്ക് ഉള്ളിൽ ആരോപിച്ച വിഷയത്തെ പറ്റി ഒന്ന് പ്രതികരിക്കാൻ പോലും അദ്ദേഹം സമയം കണ്ടെത്തിയില്ല എന്നത് രാഷ്ട്രീയപരമായ ഒളിച്ചോട്ടമാണ്, പൊളിറ്റിക്കൽ സ്കിപ്പിംഗ് ആണ് എന്നാണ് പറഞ്ഞത്. അതാണ് അല്ല, പ്രശ്നം. അത് ആ ചോദ്യത്തിന്റെ മറുപടി സെഷൻ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ മറുപടി, അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയുകയായിരുന്നില്ല. അദ്ദേഹം ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ ആ പ്രസംഗത്തിനൊരു പേരുണ്ട് അല്ലെ, പ്രധാനമന്ത്രി അഡ്രസ് ചെയ്യുന്ന അതിന് മറുപടി പ്രസംഗം എന്നാണ്. അത് ആർക്കുള്ള മറുപടിയാണ് ശ്രീ വസന്ത്? ആർക്കുള്ള മറുപടി? പ്രതിപക്ഷ നേതാവിനുള്ള മറുപടിയാണോ? ഇന്ത്യൻ ഞാൻ പറയട്ടെ, ഇപ്പോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ മാത്രമാണോ പോയിന്റ് ബൈ പോയിന്റ് എടുത്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്? അല്ല. ഇപ്പൊ കേരളത്തിൽ ഇവിടെ ശ്രീ VT സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇതേപോലെ തന്നെ ഗവർണറുടെ ഒരു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കുറേയധികം കാര്യങ്ങൾ പറയാം. ആ ഓരോന്നിനും പോയിന്റ് ബൈ പോയിന്റ് റിബട്ടൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകണമെന്നില്ല. അദ്ദേഹത്തിന് ചിലത് എടുക്കാം, ചിലത് അദ്ദേഹത്തിന്റേതായിട്ടുള്ള അങ്ങനെ നിഷ്കർഷിക്കാൻ പാടില്ല. Yes. നിഷ്കർഷയില്ല. അത് ആ ഡ്രസ് കോഡ് പോലെ തന്നെയാണ്. പൊളിറ്റിക്കൽ ധാർമ്മികതയാണ്. അങ്ങ് ടെക്നിക്കാലിറ്റിയിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സോഷ്യൽ ധാർമ്മികതയല്ലേ അല്പം മുമ്പ് നമ്മളോടൊപ്പമുള്ള ആൾ പറഞ്ഞത്? അല്ലല്ല, ഒരു സെക്കൻഡ്. ഒരു സോഷ്യൽ ധാർമ്മികതയാണ്. അതായത് ഒരു ഡെക്കറം കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ടീഷർട്ട് ഇടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടല്ലേ? അപ്പൊ അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം എന്ന രീതിയിലേക്ക് പറയുന്നതിന് പകരം ചട്ടത്തിലുണ്ടോ എന്നാണ് വസന്ത് ചോദിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചട്ടത്തിലുണ്ടോ? ഞാൻ താങ്കളോട് ചോദിച്ചത് ചട്ടത്തിലുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചതാണ്, അല്ലാതെ താങ്കളെ വിമർശിക്കാനല്ല. ഓക്കെ പെട്ടെന്ന് വസന്തെ, പെട്ടെന്ന് അവസാനിപ്പിക്കാം, സമയമായി. ഓക്കെ അല്ല, ഞാൻ പറഞ്ഞു കേട്ടോളൂ ശ്രീജിത്ത് പണിക്കർ. ഞാൻ പറഞ്ഞത് വിമർശിക്കാൻ, അധിക്ഷേപിക്കാൻ സമയം കണ്ടെത്തിയ പ്രധാനമന്ത്രി RSS ചീഫ് അടക്കം ഉന്നയിച്ച പല വിഷയങ്ങളും രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ ഒരു വാക്കിൽ മറുപടി പറയാതെ പോയത് പൊളിറ്റിക്കൽ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് പറയുന്നത് ടെക്നിക്കാലിറ്റിയാണ്, അത് ശരിയാണ്. പക്ഷേ പൊളിറ്റിക്കൽ ധാർമ്മികത ഈ വിഷയത്തിൽ നരേന്ദ്രമോദി കീപ്പപ്പ് ചെയ്തില്ല എന്നതിൽ സംശയമാണ്. ശ്രീജ, ഒറ്റ ചോദ്യം. ഡ്രസ് കോഡ് ശ്രീജിത്ത്, ഒറ്റ ചോദ്യം. ഈ ശൈലിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ലോക്സഭയിൽ സംഭവിക്കാൻ പോകുന്നത്? അല്ല, വളരെ ഡിസ്പാഷനേറ്റ് ആയിട്ട് നമ്മൾ അതിൽ പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന്റെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് അധിക സമയം സംസാരിക്കാനും പല വിഷയങ്ങളും ശ്രദ്ധയിൽപ്പെടുത്താനുമുള്ള അവസരം അവിടെയുണ്ട്. അത് കോൺഗ്രസ് ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കണം. മിസ്ഡയറക്ട് ചെയ്തു പോകാൻ പാടില്ല. നമ്മളൊരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നല്ല ഭരണപക്ഷവും ശക്തമായിട്ടുള്ള പ്രതിപക്ഷവും ഉണ്ടാകണം. പക്ഷെ അദ്ദേഹം പാർലമെന്റിന്റെ സമയം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഹോംവർക്ക് ഇല്ലായ്മയുടെ പേരിൽ പറയുന്ന അബദ്ധങ്ങൾ, അത് അങ്ങനെയല്ല എന്ന് വിവിധ വകുപ്പിലെ മന്ത്രിമാരെ കൊണ്ട് അദ്ദേഹത്തെ തിരുത്താനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അതിനുള്ള ഇടമല്ല പാർലമെന്റ് എന്നും, അത് അദ്ദേഹം പാർലമെന്റിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലെ ഒരു മുറി ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരുടെ സമയം മെനക്കെടുത്താതെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നൽകണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെഷൻ നമുക്കുണ്ടാകും. ക്രിയാത്മകമായ ചർച്ചകൾ മാത്രം ഉണ്ടാകും. അല്ലാതെ കൊടുത്തിരിക്കുന്ന ഒരു സ്കീം കൊടുത്തില്ല എന്ന് പറയുന്ന സമയത്ത് രാജ്നാഥ് സിംഗിന്റെയും ശിവരാജ് സിംഗ് ചൗഹാന്റെയും അമിത്ഷായുടെയും ഒക്കെ സമയം മെനക്കെടുത്തിട്ട് അതിന് മറുപടി പറയുകയും പ്രധാനമന്ത്രി അതിന് മറുപടി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് രാഷ്ട്രീയം മാത്രം കളിക്കാനുള്ള ഇടമല്ല. നിയമനിർമ്മാണ സഭയാണ്, കൃത്യമായ കാര്യങ്ങൾ പറയണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായി പോയതുകൊണ്ടല്ലേ അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നത്. ആ സമയമാണ് നഷ്ടപ്പെടുന്നത്. ആ സമയം ആരുടേതാണ്? ഇന്ത്യക്കാരുടേതാണ്. അതെ, തീർച്ചയായും. യെസ്, അതുകൊണ്ട് തന്നെ രാഹുൽ വേണ്ടത്ര ഗൃഹപാഠം നടത്തണം. രാഹുലിൻ്റെ ശൈലി തിരുത്തും എന്ന് തന്നെ പ്രത്യാശിക്കാം.